നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 1 മുതൽ 20 വരെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ മല്ല് കുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്തൊരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? എന്നാണ് നിങ്ങൾ ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്ന് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ ഇസ്രായേൽ ഗൃഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയോ ഋതുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയോ ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവന് പണം മടക്കി കൊടുക്കുകയും ആരോടും പിടിച്ച് പറിക്കാതെ തന്റെ അപ്പം വിശക്കുന്നവന് കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈമടക്കി കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ. അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്നാൽ അവനൊരു മകൻ ജനിച്ചിട്ട് അവൻ നിഷ്കണ്ടകനായിരുന്ന് രക്തം ചൊരിക, അവയിൽ ഏതെങ്കിലും ചെയ്യുക, ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കുക, പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക, കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുക, എളിയവനോടും ദരിദ്രനോടും അന്യായം ചെയ്യുക, പിടിച്ചുപറിക്കുക, പണയം മടക്കി കൊടുക്കാതിരിക്കുക, വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക, മ്ലേച്ഛത പ്രവർത്തിക്കുക, പലിശയ്ക്ക് കൊടുക്കുക, ലാഭം വാങ്ങുക എന്നിവ ചെയ്യുന്നവനാകയാൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ജീവിച്ചിരിക്കുകയില്ല. അവൻ ഈ മ്ലേച്ഛതകൾ ഒക്കെയും ചെയ്തുവല്ലോ. അവൻ മരിക്കും. അവന്റെ രക്തം അവന്റെ മേൽ വരുമെന്നാൽ അവനൊരു മകൻ ജനിച്ചിട്ട് അവൻ തന്റെ അപ്പൻ ചെയ്ത സകല പാപങ്ങളും കണ്ട് പേടിച്ച് അങ്ങനെയുള്ളതിനെ ചെയ്യാതെ പർവ്വതങ്ങളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക, ഇസ്രായേൽ ഗൃഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക, കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുക, ആരോടെങ്കിലും അന്യായം ചെയ്യുക, പണയം കൈവശം വെച്ചുകൊണ്ടിരിക്കുക, പിടിച്ചുപറിക്കുക എന്നിവയൊന്നും ചെയ്യാതെ വിശപ്പുള്ളവന് അപ്പം കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈ മടക്കി കൊള്ളുകയും പലിശയും ലാഭവും വാങ്ങാതിരിക്കുകയും എന്റെ വിധികളെ നടത്തി എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവൻ അപ്പന്റെ അകൃത്യം നിമിത്തം മരിക്കാതെ ജീവിച്ചിരിക്കും. അവന്റെ അപ്പനോ ക്രൂരപീഡനം ചെയ്തു, സഹോദരനോട് പിടിച്ചുപറിച്ചു, തന്റെ ജനത്തിന്റെ ഇടയിൽ ഉള്ളരുതാത്തത് പ്രവർത്തിച്ചതുകൊണ്ട് തന്റെ അകൃത്യത്തിലാൽ മരിക്കും. എന്നാൽ മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. ഇതിലെ പ്രധാന വാക്യം 23 ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണം എന്നല്ലയോ എന്റെ താല്പര്യമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. 1-ാം വാക്യം, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്നൊരു പഴഞ്ചൊല്ല് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അതൊരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലുമായിരുന്നു. 10 കൽപ്പനയിലെ ആ വാക്യത്തിൽ പറയുന്നത്, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ ഓരോ മക്കളുമേ സന്ദർശിക്കുമെന്നാണ്. ദൈവത്തെ പകയ്ക്കുക എന്നാൽ എന്താണ്? നമ്മുടെ കർത്താവ് പറഞ്ഞു, 2 യജമാനന്മാരെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ സേവിക്കാൻ ഒരാൾ കഴിയില്ല. ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും എന്ന്.
അപ്പൊ ദൈവത്തെ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പകച്ച് സാത്താനെ, അല്ലെങ്കിൽ മിഥ്യാമൂർത്തികളെ, സങ്കല്പ ദൈവങ്ങളെ, അബദ്ധ ദൈവങ്ങളെ, സാത്താനെ സേവിക്കുക, മന്ത്രവാദത്തിന്റെ ഒക്കെ പിന്നാലെ പോവുക, ലക്ഷണം നോക്കാനും അതുപോലെ ഹസ്തരേഖ ഒക്കെ നോക്കാനും മഷി നോക്കാനും, അല്ലെങ്കിൽ ഇങ്ങനെ ദുർമന്ത്രവാദികളോട് കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശകുനത്തിലും നേരത്തിലും കാലത്തിലും ഒക്കെ വിശ്വസിക്കുക. ചില ആളുകൾ ചില ദിവസം അത് കല്യാണത്തിനൊന്നും കൊള്ളുകയില്ല, പിന്നെ രാവിലെ നേരം അത് രാഹുവാണ്, അല്ലെങ്കിൽ കുഞ്ഞുണ്ടായാൽ അത് ഇന്ന നക്ഷത്രത്തിലാണ്, ആ നക്ഷത്ര ദൈവത്തിന്റെ കുഞ്ഞാണത്. അതുപോലെ ഒരു പല്ലി ചൊല്ലിയാൽ, ഒരു കാക്ക കരഞ്ഞാൽ, ഒരു പട്ടി ചാടിയാൽ, പട്ടി ഓലിയാനിട്ടാൽ, പൂച്ച ബലങ്ങൻ ചാടിയാൽ എന്നു വേണ്ട, കൊതുക്, പല്ലി, ഈച്ച, പൂച്ച, ഇതിനെയെല്ലാം ദൈവമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരിയത് ദൈവം കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ വെറും സൃഷ്ടികളാണ്. സൂര്യനും ചന്ദ്രനും മരങ്ങളും കല്ലും പുഴയും സമുദ്രവും ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അല്ലാതെ ചിലർ അതിനെ അമ്മയെന്നാണ് പറയുന്നത്, ചിലതിനെ അപ്പനെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരപ്പനേ ഉള്ളൂ, അത് ദൈവമാണ്. ആ ദൈവത്തെ മാത്രം ഭയപ്പെടാനും ദൈവത്തെ മാത്രം സ്നേഹിക്കാനും നമുക്കിടയായി തീരണം. ഈക്ക് ശക്തിയുണ്ട്, ഇടിമിന്നലിന് ശക്തിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പാമ്പിന് ശക്തിയുണ്ട്, കഴുകന് അല്ലെ പക്ഷിക്ക് ശക്തിയുണ്ട്, ചില മൃഗങ്ങൾക്ക് ശക്തിയുണ്ട്. പക്ഷെ അതൊക്കെ ദൈവം നൽകിയതാണ്. നമ്മള് ആ ദാതാവായ ദൈവത്തെയാണ് ബഹുമാനിക്കേണ്ടത്, ആരാധിക്കേണ്ടത്. അവന്റെ മക്കളായിട്ടാണ് തീരേണ്ടത്. അവനെ അനുസരിച്ച് ആരാധിച്ചാണ് നാം ജീവിക്കേണ്ടത്. പക്ഷെ ഇസ്രയേല് കാര്യം അങ്ങനെ ആയിരുന്നില്ല. ദൈവം പറഞ്ഞത്, 10 കൽപ്പനയിൽ പറഞ്ഞ് എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ ഉണ്ടാകും എന്നാണ്. കാരണം അവരുടെ മക്കളും ആ മ്ലേച്ഛത കണ്ടു പഠിക്കുന്നു, അവരത് ചെയ്യുന്നു. അതിൻ്റെ മക്കളും അത് കണ്ട് പഠിക്കുന്നു, അവരത് ചെയ്യുന്നു. അതുകൊണ്ട് തലമുറയായി അവർക്ക് ദോഷം സംഭവിക്കുകയാണ്. എന്നാൽ എഹെസ്കേലിലൂടെ ദൈവം പറയുന്നത്, അപ്പന്മാരുടെ പാപശിക്ഷ അപ്പന്മാരും മക്കളുടെ പാപശിക്ഷ മക്കളും വഹിച്ചാൽ മതി എന്നാണ്. അപ്പന്മാർ വചനവിരുദ്ധമായത് ചെയ്യുകയും ശിക്ഷിക്കപ്പെടുകയും മകൻ അതിന്റെ ശിക്ഷയിലൂടെ പാഠം പഠിച്ച് വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ശിക്ഷിക്കപ്പെട്ടവന്റെ മകനായതുകൊണ്ട് അനുകൂല്യം ലഭിക്കാതിരിക്കുകയില്ല, അവൻ അനുഗ്രഹിക്കപ്പെടും. ഈ മകന്റെ മകൻ ദൂർത്തനായി ജീവിച്ചാൽ നല്ല അപ്പന്റെ മകൻ എന്നുള്ള നിലയിലുള്ള ഇളവൊന്നും ലഭിക്കുകയില്ല എന്നാണ് നാം ഇവിടെ വായിച്ചത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് 4-ാം വാക്യത്തിലും 20-ാം വാക്യത്തിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. ബൈബിളിൽ ഒരു ഭാഗത്ത് മക്കൾക്ക് ശിക്ഷ ഉണ്ടാകുമെന്നും മറ്റൊരു ഭാഗത്ത് ശിക്ഷ ഉണ്ടാകുകയില്ലെന്നും എഴുതിയിരിക്കുന്നത് ശരിയാണോ എന്ന് ചിലർ ചിന്തിക്കുമായിരിക്കും. എന്നാൽ ഇത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസമാണ്. പഴയ നിയമത്തിൽ ദൈവം സമൂഹത്തോടും കുടുംബത്തോടും ഏർപ്പെടുമ്പോൾ പുതിയ നിയമത്തിൽ വ്യക്തിയോടാണ് ഏർപ്പെടുന്നത്. നാം യോഹന്നാൻ സുവിശേഷം 1:12 വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ ദൈവം അധികാരം നൽകി. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് നരകമേറ്റ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന, സുവിശേഷം കേട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിന്റെ ശിഷ്യരായി തീരുന്ന ഏവരും ദൈവത്തിന്റെ മക്കളായി തീരുകയാണ്. പക്ഷെ ദൈവത്തിന് കൊച്ചുമക്കളില്ല. എല്ലാ കാലത്തുള്ളവരോടും ഈ സുവിശേഷം പറയണം, ലോകാവസാനത്തോളം. അല്ലാതെ 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞാൽ പോരാ. 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ് മനസ്സാന്തരപ്പെടുന്ന ആളുകൾ പെറ്റുപെരുകി ഒരു മതം ഉണ്ടാക്കുക, അതല്ല ദൈവം ഉദ്ദേശിച്ചത്. അന്ത്യകാലം വരെ ഈ സുവിശേഷം പറയണം. അന്ത്യകാലം വരെ ആളുകൾ എന്ത് ചെയ്യണം? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ശിഷ്യനാകും. അപ്പനത് ചെയ്യണം, മകനത് ചെയ്യണം, മകന്റെ മകനത് ചെയ്യണം. അല്ലാതെ എൻ്റെ അപ്പൻ വിശ്വാസിയായിരുന്നു, അമ്മ വിശ്വാസിയായിരുന്നു എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് ഹൃദയത്തിലേക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. അപ്പോൾ ദൈവമക്കളായി തീരും. അതാണ്. അതുകൊണ്ട് അപ്പൻ വിശ്വസിച്ചില്ല, മന്ത്രവാദിയായിരുന്നു, അതിൻ്റെ ദോഷമൊന്നും മകനുണ്ടാകുകയില്ല. മകൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ മകന് അനുഗ്രഹം ഉണ്ടാകും. അപ്പൻ വിശ്വാസിയായിരുന്നു, പക്ഷെ മകന് ഈ പാട്ടും പ്രാർത്ഥനയും ഒന്നും ഇഷ്ടമില്ലായിരുന്നു. അവൻ ബോധിച്ച വഴിയിൽ ജീവിച്ചു, അവനതിൻ്റെ ദോഷം ഉണ്ടാകും.
അല്ലാതെ അപ്പൻ വിശ്വാസിയായിരുന്നല്ലോ എന്നുള്ളതിൻ്റെ ആനുകൂല്യമൊന്നും ലഭിക്കുകയില്ല. ഈ കാലത്ത് ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ സുവിശേഷം കേട്ട് യേശുവിൻ്റെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിൻ്റെ ശിഷ്യനാകാൻ, ബൈബിൾ വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ തയ്യാറാകണം. എങ്കിൽ അവൻ്റെ അപ്പൻ ആരായിരുന്നു എന്ന് ചിന്തിക്കാതെ ദൈവം അനുഗ്രഹിക്കും എന്നാണ് ഈ അധ്യായം പറയുന്നത്. ഓരോരുത്തൻ വ്യക്തിപരമായിട്ടാണ് കർത്താവ് ഒരിക്കൽ രക്ഷ നേടേണ്ടത്. അതാണ് 33-ാം വാക്യത്തിൽ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ സമ്പാദിച്ചു കൊള്ളുവീൻ എന്നൊക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം. ഈ പുതിയ നിയമകാലത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് ഈ 18-ാം അധ്യായം. ഇതേ കാര്യം, അതായത് ദൈവം പുതിയൊരു ആത്മാവിനെ നൽകും, പുതിയ ഹൃദയത്തെ നൽകും, കല്ലായ ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം നൽകും എന്നുള്ള ആ പുതിയ നിയമത്തെക്കുറിച്ചുള്ള, പുതിയ നിയമകാലത്തെക്കുറിച്ചുള്ള യേശു മൂലമുള്ള ആ രക്ഷയെക്കുറിച്ചുള്ള കാര്യം വീണ്ടും 36-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ രക്ഷ കിട്ടുമെന്നുള്ള സുവിശേഷമാണ് ഈ 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ചെയ്തവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അല്ലാത്തവർ യേശുവിനെ കൈക്കൊണ്ട് ശാപം മാറുവാൻ, പാപമോചനം നേടുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.